Okay, what do you think? Let's go to the pros and cons list. പ്രോ ഇസ് ഇത് ഭയങ്കര ചെറുതായതുകൊണ്ട് നമുക്കിത് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ ഭയങ്കര എളുപ്പമാണ്. ഭയങ്കര കോമ്പാക്റ്റാണ്. നമ്മുടെ സൂട്ട് കേസിലും ബാഗിലൊക്കെ സെറ്റായിട്ട് ഇരുന്നോളൂ. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമ്മളിത് ചെയ്യുമ്പോൾ കൈ അഴക്കില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ അത് 1200 ആണെങ്കിലും ഞാൻ മേടിച്ചപ്പോൾ ഐ തിങ്ക് 1200 to 1600 ഇടയിലാണ്. ഞാൻ മേടിച്ചപ്പോൾ 900 സംതിങ് ആയിരുന്നു. ചിലപ്പോൾ ഓഫറിൽ കിടന്നതായിരിക്കാം. പ്രൈസും അത്യാവശ്യം അഫോർഡബിൾ ആണ്. മൂവിങ് ടു ദ കോൺസ്, ഫീൽസ് വെരി ചീപ്പ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ പോലത്തെ മുടിയല്ല, എന്നിലും ഭയങ്കര ഉള്ളുള്ള മുടിയാണ് എങ്കിൽ ഈ ഒരു സൈസ് മതിയാവില്ല. അതിന് ഇത്തിരി വലിയ സൈസ് തന്നെ വേണം. കാരണം ഇത് ഇത്ര ചെറുതായതുകൊണ്ട് കുറേ മുടി നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ സെക്ഷൻ വെച്ചിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ഉള്ളുള്ള ആൾക്കാരാണെങ്കിൽ കുറേ സമയം എടുക്കും ഇതൊന്ന് ചെയ്ത് വരാനായിട്ട്. പിന്നെ ഇതിൻ്റെ ബോക്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു there is 3 ഹീറ്റ് സെറ്റിംഗ് ആൻഡ് 2 സ്പീഡ് സെറ്റിംഗ്. 3 ഹീറ്റ് എന്ന് പറഞ്ഞാലും എനിക്ക് എല്ലാത്തിലും ഹീറ്റ് ഏകദേശം ഒരേപോലെയാണ് തോന്നിയത്. നോർമൽ എയർ, ഹൈ സ്പീഡ് എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്കിതിൽ ഇനി കാണാൻ പറ്റാത്തതാണോ എന്താണെന്ന് അറിയില്ല. എനിക്കിതിൽ നോർമൽ എയർ വരുന്ന പോർഷൻ ഏതാണെന്ന് അറിയില്ല. മൂന്നിലും എനിക്ക് ഹോട്ട് എയർ വരുന്നതായിട്ട് തന്നെയാണ് തോന്നിയത്. ഐ തിങ്ക് ദിസ് വിൽ വർക്ക് ഫോർ പീപ്പിൾ ഹു ഹാവ് വെരി ഷോർട്ട് ഹെയർ. നിങ്ങൾക്ക് ഭയങ്കര ഷോർട്ട് ഹെയർ ആണെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് വേഗം ഇത് വെച്ച് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഇത്തിരി ലോങ്ങർ ഹെയർ ആണ്, തിക്കർ ഹെയർ ആണ്, ഒരുപാട് ഉള്ളുണ്ടെങ്കിൽ it will take a lot of time for you to finish doing your hair because it's very very small. If you want to buy it, you can buy it. It is definitely not a bad product, but there are better ones in the market. So എന്തായാലും ഒരു 1000 above 1500 ഒക്കെ സ്പെൻഡ് ചെയ്യുമെങ്കിൽ invest in a better option, I would say. I just want to say I have gained a few new subscribers, so thank you for subscribing. I hope to put out more hair products reviews, so if you want me to review anything else, please do comment. ഞാൻ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കമൻറ്റ്സ് മിസ്സായി പോയിട്ടുണ്ടാവും, so please do remind me if you want to see any other hair tool. And yeah, thanks for watching.